നമസ്കാരം. ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സർക്കാർ, PSC, പ്രൈവറ്റ്, സ്ഥിര നിയമനം, താൽക്കാലിക ജോലി തുടങ്ങി എല്ലാതരം നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണൂ. കേരളത്തിൽ ജോലി അന്വേഷിക്കുന്നവർക്ക് ഇപ്പോൾ ഒരു മികച്ച അവസരം വന്നിരിക്കുകയാണ്. കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റി അഥവാ കെൽസ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ലീഗൽ എയ്ഡ് ഡിഫൻസ് കൗൺസിൽ സിസ്റ്റം മോഡിഫൈഡ് സ്കീം 2022 എന്ന പദ്ധതിയുടെ ഭാഗമായി വിവിധ ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റികളിൽ ആണ് നിയമനം നടത്തുന്നത്. ഈ റിക്രൂട്ട്മെൻറ്റിലൂടെ പ്രധാനമായും 3 തസ്തികകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ഒഴിവുള്ള തസ്തികകൾ ഓഫീസ് അസിസ്റ്റൻ്റ് ക്ലർക്ക്, റിസപ്ഷനിസ്റ്റ് കം ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, ഓഫീസ് അറ്റൻഡൻറ്റ് പ്യൂൺ. ഈ തസ്തികകളിലേക്കാണ് കോൺട്രാക്റ്റ് അടിസ്ഥാനത്തിൽ 1 വർഷത്തേക്ക് നിയമനം നടത്തുന്നത്. അപേക്ഷ എങ്ങനെ അയക്കാം? ഈ റിക്രൂട്ട്മെൻറ്റിന് അപേക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവർ അപേക്ഷാ ഫോം ലഭ്യമാകുന്ന സ്ഥലം കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ്, ജില്ലാ DLSA ഡിസ്ട്രിക്ട് ലീഗൽ സർവീസസ് അതോറിറ്റി ഓഫീസ്, നോട്ടീസ് ബോർഡ്. അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്ത് പൂർണ്ണമായും പൂരിപ്പിക്കണം. അതിനോടൊപ്പം ആവശ്യമായ രേഖകളുടെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പികൾ കൂടി ചേർക്കണം. അപേക്ഷ സമർപ്പിക്കുന്ന വിധം. അപേക്ഷ സമർപ്പിക്കുവാൻ 2 മാർഗങ്ങളുണ്ട്. 1. സ്പീഡ് പോസ്റ്റ് വഴി അയക്കാം. അല്ലെങ്കിൽ 2. നേരിട്ട് ഡിസ്ട്രിക്ട് ലീഗൽ സർവീസസ് അതോറിറ്റി DLSA ഓഫീസിൽ സമർപ്പിക്കാം. അപേക്ഷ സമർപ്പിക്കേണ്ട വിലാസം: സെക്രട്ടറി, ഡിസ്ട്രിക്ട് ലീഗൽ സർവീസസ് അതോറിറ്റി, DLSA കൺസേൺഡ് ഡിസ്ട്രിക്റ്റ്. അപേക്ഷ അയക്കേണ്ട അവസാന തീയതി മാർച്ച് 19, 2026. സമയം വൈകിട്ട് 5 മണി വരെ. ഈ സമയത്തിനു ശേഷം ലഭിക്കുന്ന അപേക്ഷകൾ പരിഗണിക്കപ്പെടില്ല. അതുകൊണ്ട് അപേക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവർ അവസാന തീയതി വരെ കാത്തിരിക്കാതെ എത്രയും വേഗം അപേക്ഷ സമർപ്പിക്കുക. നിയമനത്തിൻ്റെ സ്വഭാവം. ഈ ജോലി സ്ഥിര നിയമനമല്ല, കോൺട്രാക്ട് ബേസിസ് 1 വർഷത്തേക്ക് മാത്രമുള്ള നിയമനമാണ്. ഈ അവസരം ആർക്കൊക്കെ ഉപകാരപ്പെടും? സർക്കാർ ഓഫീസ് ജോലി ആഗ്രഹിക്കുന്നവർ, ഡാറ്റ എൻട്രി അല്ലെങ്കിൽ ഓഫീസ് വർക്ക് ചെയ്യാൻ താൽപ്പര്യമുള്ളവർ, കോൺട്രാക്ട് ബേസിസ് ജോബ് സ്വീകരിക്കുവാൻ തയ്യാറുള്ളവർ, കോർട്ട്, ലീഗൽ ഡിപ്പാർട്ട്മെൻറ്റ് ജോലിയിൽ താൽപ്പര്യമുള്ളവർ. അപേക്ഷിക്കുന്നതിന് മുൻപ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് താഴെ പറയുന്ന കാര്യങ്ങൾ ഉറപ്പാക്കുക. അപേക്ഷാ ഫോംസ് ശരിയായി പൂരിപ്പിച്ചിട്ടുണ്ടോ? ആവശ്യമായ സർട്ടിഫിക്കറ്റുകളുടെ കോപ്പികൾ ചേർത്തിട്ടുണ്ടോ? സെൽഫ് അറ്റസ്റ്റേഷൻ നൽകിയിട്ടുണ്ടോ? ശരിയായ വിലാസത്തിലാണോ അപേക്ഷ അയക്കുന്നത്? ഇവ എല്ലാം ശരിയായില്ലെങ്കിൽ അപേക്ഷ റിജക്റ്റ് ചെയ്യപ്പെടുവാൻ സാധ്യതയുണ്ട്. അപേക്ഷാ ഫോം എവിടെ നിന്ന് ലഭിക്കും? അപേക്ഷാ ഫോം ലഭിക്കാൻ കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക. വെബ്സൈറ്റ് വിലാസം: https://notifications/NIMG2030503434 അല്ലെങ്കിൽ നിങ്ങളുടെ ജില്ലയിലെ ഡിസ്ട്രിക്ട് ലീഗൽ സർവീസസ് അതോറിറ്റി ഓഫീസ്, നോട്ടീസ് ബോർഡ് പരിശോധിക്കാം. അവസാനമായി, കേരളത്തിൽ സർക്കാർ ബന്ധപ്പെട്ട മേഖലയിൽ ജോലി അന്വേഷിക്കുന്നവർക്ക് ഇത് ഒരു മികച്ച അവസരമാണ്. അതിനാൽ യോഗ്യതയുള്ളവർ മാർച്ച് 19, 2026 മുമ്പ് തന്നെ അപേക്ഷ സമർപ്പിക്കുക. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും. വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തൊഴിൽ വാർത്തകൾ, പരീക്ഷാ വാർത്തകൾ, വീഡിയോ ക്ലാസുകൾ, നോട്ട്സ്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി.